വില്ലേജസ് നമ്മുടെ ചുരിദാറിൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട്, റേറ്റും കുറവാണ്, നല്ല കളർ ചാർട്ടും. അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഒരു ഓറഞ്ച് മിക്സ് ടോൺ ആണ്. ഓറഞ്ചിൻ്റെ അകത്ത് തന്നെ പ്രിൻറ്റ്, ഒരു ഗ്രീൻ പ്രിൻറ്റ് പോലെ ഒരു വെറൈറ്റി പ്രിൻ്റ് ആട്ടോ. ഇത് സെമി ലിനൻ ആണ് ഫാബ്രിക്. ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ഗ്രീൻ്റെ കോമ്പിനേഷൻ എടുത്ത് കുഞ്ഞു കുഞ്ഞ് ഒരു ഫ്ലവർ പാറ്റേൺ ഡിസൈനും ഉണ്ട്, കുഞ്ഞ് ഒരു സ്റ്റോണിൻ്റെ ഡിസൈനും ഉണ്ട് കേട്ടോ. അതിങ്ങനെ ഒട്ടിച്ചേക്കുവാണ്, ഞാൻ അടുപ്പിച്ച് കാണിക്കാം. ഇതാ ഇതുപോലെയാണ് വരുന്നത്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഒരുപാട് ലെങ്തി അല്ലായിരുന്നു, പക്ഷേ ഇതിന് ടോപ്പിൽ നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട്. റഫായിട്ട് യൂസ് ചെയ്യാനും നല്ല കേട്ടോ. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ദുപ്പട്ട ഒത്തിരി കൂടിയതല്ല, നോർമൽ ടൈപ്പ് ദുപ്പട്ടയാണ്. നമ്മുടെ ഗഡ്വാൾ ദുപ്പട്ടയുടെ മോഡൽ. ബോട്ടം ആ സെയിം കളർ തന്നെ വരുന്നുണ്ട്. നല്ല കളർ ചാട്ട, പെട്ടെന്ന് എടുത്തു. പിന്നെ നമ്പർ 152, റേറ്റ് 790 മാത്രമേ ഉള്ളൂ, 790. നമ്മുടെ അടുത്ത കളർ, ഇത് നല്ല വെറൈറ്റി കളർ അല്ലേ. നമ്മുടെ ടോപ്പിൻ്റെ കളർ വരുന്നത് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിലാണോ. ചെറിയ പ്രിൻ്റ് ആട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാമെന്നറിയത്തില്ല, കുഞ്ഞു കുഞ്ഞൊരു പ്രിൻറ്റഡ് പാറ്റേണിലാണ് പോയിരിക്കുന്നത്. മുമ്പത്തെ ആണെങ്കിലും എല്ലാം ഡിഫറെൻറ്റ് ആയിട്ടുള്ള പ്രിൻറ്റുകളാണ്, ഒരേപോലെയല്ല ഇരിക്കുന്നത്. കുറച്ച് വ്യത്യാസം നമുക്ക് യോക്കിലെ ഡിസൈനിനുണ്ട്, ടോപ്പിലെ പ്രിൻറ്റിനുണ്ട്. ആ പാറ്റേൺ കോമൺ ആണെന്നുള്ളതേ ഉള്ളൂ, ചെറിയ പ്രിൻറ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കളർ കോമ്പിനേഷൻ നല്ല രസമാട്ടോ. നല്ലൊരു യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിലാണ് ടോപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ കോൺട്രാസ്റ്റ് മാച്ചിങ്ങിൽ വരുന്നത് അതൊരു സീ ഗ്രീൻ്റെ ഷെയ്ഡാട്ടോ. ഭയങ്കര ബ്ലൂ അല്ല, ഗ്രീൻ്റെ ഒരു ടോണാണ്. നല്ല കളർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിലും ആ സെയിം തന്നെ ഡിസൈൻ പോയിട്ടുണ്ട്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്, സെയിം കളർ. നമ്പർ വരുന്നത് 153, റേറ്റ് 790. കളർ കോമ്പിനേഷൻ ഇതാട്ടോ. നല്ല രസമുള്ള കോമ്പിനേഷനാണ്. ഇതൊരു റെഡ് എന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്കത് ടിഷ്യൂവിൻ്റെ മിക്സഡ് ടൈപ്പ് കളർ ആയതുകൊണ്ട് ഇങ്ങനെ കളർ മാറി വരും. റെഡും ഉണ്ട്, ഒരു പീച്ച് മിക്സ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ. അതിനകത്ത് കോൺട്രാസ്റ്റിൽ നല്ല ഗ്രീൻ്റെ ഒരു ഫ്ലോറൽ ഡിസൈൻ, പ്ലസ് അതിൽ ചെറിയ സ്റ്റോൺ ഡിസൈൻ. ദുപ്പട്ടയും ഡബിൾ ടോൺ ആട്ടോ, ചെറിയ ഡബിൾ ടോൺ വരുന്നുണ്ട്. ഗ്രീൻ തന്നെയാണ്, പക്ഷെ നല്ല രസമുണ്ട്. നമുക്ക് ആ ഒരു മെയിൻ ഷെയ്ഡുമായിട്ട് ചെറിയ ഡബിൾ ടോണിലാണ് അത് പോയിരിക്കുന്നത്. ബോട്ടം ദുപ്പട്ടയുടെ സെയിം ഷെയ്ഡ് തന്നെ. മൊത്തത്തിൽ കാണാൻ നല്ല രസമുള്ള ഐറ്റം കേട്ടോ. ഇനി മടക്കിയും കൂടെ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഒരു 48 ഒക്കെ എന്തായാലും തയ്ക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ നമ്പർ 154, റേറ്റ് 790. നമുക്ക് നാലാമത്തെ ഷെയ്ഡ്. ഇതും നല്ല കേട്ടോ, നല്ല സെലക്റ്റീവ് കളേഴ്സാണ് ഈ പ്രാവശ്യം ചെയ്തെടുത്തേക്കുന്നത്. നല്ല യെല്ലോ ആൻഡ് വൈൻ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ ഫുള്ള് ആ ഒരു വൈൻ്റെ യോക്ക് പോർഷൻ, അതിൻ്റെ ഒരു ഫ്ലോറൽ ഡിസൈൻ, കുഞ്ഞ് സ്റ്റോൺസ്. പിന്നെ സ്റ്റോൺസ് ഇങ്ങനെ ഒട്ടിച്ചെടുത്തേക്കുന്നില്ല, വലിയ റേറ്റിൻ്റെ അല്ലോ. അപ്പോൾ ചെറിയ ഇങ്ങനെ സ്പ്രെഡൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അറിയാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, കാരണം വലിയ റേറ്റിൻ്റെ അല്ലോ. ഡെയിലി യൂസിനായിട്ട് വരുന്ന ഐറ്റമാണ്. ഒരുപാട് കൂടിയ ഫാബ്രിക് അല്ല, പക്ഷേ ടോപ്പ് നല്ല കേട്ടോ. ടോപ്പ് നമ്മുടെ ആ ലിനൻ ടിഷ്യൂവിന് തന്നെ നല്ല ഫാബ്രിക്കാണ് കൊടുത്തേക്കുന്നത്. ദുപ്പട്ട നോർമൽ, ഗഡ്വാൾ ദുപ്പട്ടയുടെ നോർമൽ ടൈപ്പ് ഐറ്റമാണ്. നിങ്ങളുടെ കയ്യിൽ കൂടിയ ഐറ്റംസ് ചേർത്തിടുവാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ 1000 എബോ റേഞ്ച് എന്തായാലും പറയും. ഇതാണ് ടോപ്പ് വരുന്നത് കേട്ടോ. ടോപ്പിലെയും പ്രിൻറ്റ് ഞാൻ പറഞ്ഞാൽ എല്ലാത്തിനും ചെറിയ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ എല്ലാം നല്ലതാണ്. ഒന്നും അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല. എല്ലാം നല്ല പ്രിൻറ്റിലാണ് എല്ലാം ചെയ്തേക്കുന്നത്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. നമ്പർ 155, റേറ്റ് 790 മാത്രമേ ഉള്ളൂ, 790.